നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ നല്ല കുഴഞ്ഞ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ശരവണ ഭവൻ വെജ് കുറുമ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ഉപ്പുമാവിൻ്റെ കൂടെ മാത്രമല്ല, പൂരിക്കും ചപ്പാത്തിക്കും ദോശ, ഇഡലി, പൊറോട്ടയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമ റെസിപ്പിയാണ്. വീഡിയോ കണ്ടതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ്. ഏകദേശം അതേ അളവിൽ തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും പച്ചക്കറികൾക്കില്ല. ഇതും ചേർത്തിട്ടുണ്ട്. ബീൻസ് കുറച്ച് കുറവ്, ക്യാരറ്റിനെയൊക്കെ അപേക്ഷിച്ച് കുറവെടുത്താൽ മതിയേ. ഇനി പച്ചപ്പട്ടാണിയാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് മുള വന്നിട്ടുണ്ട്. മുളപ്പിച്ച് ചേർക്കണോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഗ്രീൻ പീസായി എടുക്കുന്നുണ്ടെങ്കിൽ വേറെ വേവിച്ച് ചേർക്കണേ. ഇതിപ്പം വേവെല്ലാം ഒരുപോലെ വരും പച്ചപ്പട്ടാണി ചേർക്കുമ്പോൾ. ഇനി ഒരു 2 പച്ചമുളക് കീറിയിട്ടത് ചേർക്കുവാണ്. ഇനിയും പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ചത് കുറച്ച് ചേർത്തിട്ടുള്ള ഈ പച്ചക്കറിക്കൊക്കെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അല്പം ചേർത്തിട്ടുണ്ട്. ഇനി നഖക്കെ വെള്ളം ഒഴിക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരേ ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇറക്കി വെക്കണേ. അതായത് ആദ്യത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെയിറ്റ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, സൗണ്ടും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വിസിൽ വരുമെന്നൊരു കണ്ടീഷൻ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ആ സമയമാകുമ്പോഴത്തേന് കുക്കർ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ച് ഒരു 4-5 മിനിറ്റ് നേരത്തേനെ അങ്ങനെ വെച്ചേക്കുകയാണ്. ഒരു 4-5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊന്നും ഓവറായിട്ട് കുക്കാതെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അധികം നിറമൊന്നും നഷ്ടപ്പെടാതെ പച്ചക്കറി കിട്ടുകയും ചെയ്യും, വെന്ത് കിട്ടുകയും ചെയ്യുമേ. അതുപോലെ തന്നെ വിസിലടിപ്പിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗരം മസാലയുടെ സ്മെല്ലൊക്കെ അങ്ങനെ അങ്ങ് പോവേ. അങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നല്ല മണമൊക്കെ നിൽക്കുകയും ചെയ്യുമേ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കണേ. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഏലക്ക, 4-5 ഗ്രാമ്പു, 2 പട്ട ഇതോടെ ചൂടായ എണ്ണയിലിടുവാണ്. കൂടെ തന്നെ ഒരു ബേ ലീഫ് കൂടി ഇടുവാണ്. ഇനി ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കനം കുറഞ്ഞരിഞ്ഞിട്ടുണ്ട്. അതോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം പച്ചക്കറിയൊക്കെ വേവിച്ചാണ് ഇനി ചേർക്കുന്നത്. സവാള ഇനി വേകാനുള്ളൊരു സമയം നമ്മളിനി കൊടുക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാള ഇടുന്ന സമയത്ത് ഇഞ്ചി കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചോടെ ചേർത്ത് ഒന്നിച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയേ. നല്ല ഫൈൻ പേസ്റ്റ് ആയ കാരണം പെട്ടെന്ന് അത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു അര തക്കാളിയാണ് ചേർക്കുന്നത്. അതായത് ഒരു തക്കാളിയുടെ പകുതി ചേർത്തിട്ടുള്ള, ഒരുപാട് പുളിയാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു അരമുറി ചേർത്തത്. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. 2 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഇതോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട. ഒരു 1/4 സ്പൂണിൻ്റെ അത്രയും കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചേർത്തിട്ടുള്ള. തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടി ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് പൊടിയുള്ളത് കാരണം പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി വെള്ളം ചേർത്തുകൊണ്ട് ഇടുകയാണ്. ഇനി ഇതിനകത്തൊരു അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പിൻ്റെ വെള്ളം കൂടെ കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണേ. ഈ പച്ചക്കറിക്കകത്ത് തന്നെ ചേർക്കുക. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളയ്ക്കാനായിട്ട് വിടണേ. എന്നിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. തിളയ്ക്കുന്ന സമയം കൊണ്ട് അരപ്പ് അരച്ചെടുക്കാം. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സഡ് ജാറിനകത്ത് ഇടുകയാണ്.
ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് പെരുംജീരകമാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 7 അല്ലെങ്കിൽ 8 കാഷ്നട്ടാണ് ചേർക്കുന്നത്. നല്ല ക്രീമി ടേസ്റ്റ് കൊടുക്കുക. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, 7 8 ചേർത്താൽ മതി. ഇനി കസകസയാണ് ചേർക്കുന്നത്. ഒരു 1/2 സ്പൂണിൻ്റെ താഴെയായിട്ട് ചേർത്തിട്ടുള്ളൂ. പോപ്പി സീഡിന് ചേർക്കുകയാണ്. ഇനി നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിനാവശ്യമുള്ള വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കുക. അപ്പോഴത്തേന് പച്ചക്കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ്. തീ ഫുൾ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിലോട്ട് കുറയ്ക്കുക. ശേഷം തേങ്ങ അരച്ചതും ചേർത്ത് ചൂടാക്കിയെടുക്കണേ. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിലിടണം. എല്ലാ സൈഡും ഒരുപോലെ ചൂടായി കിട്ടണേ. ഈ പത പോലെ കാണുന്നതൊക്കെ കുറേശ്ശെയായിട്ട് മാറാനായിട്ട് തുടങ്ങും. ചൂടാവും തോറും കറിയുടെ കളറും കുറച്ച് മാറിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് ചൂടാകട്ടെന്ന് വിചാരിച്ച് തീ കൂട്ടി കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ചൂടാക്കിയെടുക്കണേ. നമ്മൾ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ഓവർ കുക്കായി പോയെങ്കിൽ ഈ ഇളക്കുന്ന സമയം കൊണ്ട് പൊട്ടറ്റോ എല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത്. പത പോലെയൊക്കെ ഉള്ളതെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. കറിയുടെ കളറൊക്കെ കുറേശ്ശെയായിട്ട് മാറിയിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ആവി പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിളച്ചിട്ടില്ല, ഇങ്ങനെ വെട്ടി തിളച്ചിട്ടുമില്ല. ഇങ്ങനെ എടുക്കണം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ലാസ്റ്റിലായിട്ട് മല്ലിയില ചേർക്കണേ. മല്ലിയില ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. അതുപോലെ വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ആ വഴനയില നമ്മൾ ഇളക്കുമ്പോൾ കാണാമല്ലോ, ആ പട്ട ഇതൊക്കെ കാണുവാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് വിളമ്പിയെടുക്കുക. പച്ചക്കറിയൊക്കെ ഓവർ കുക്കാകാതെ ഉടയാതെയൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു കുറുമയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.